ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിടില ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഫേസ് പാക്ക് ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും കറുത്ത പാടുകളും കറുത്ത കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നിറം വർദ്ധിക്കാനും ഒക്കെ തരുന്നൊരു ഫേസ് പാക്കാണ്. റിസൾട്ട് തരുന്നൊരു കിടില ഫേസ് പാക്കാണ്. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് പച്ചമഞ്ഞളാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ പച്ചമഞ്ഞൾ ഞാൻ എടുക്കുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. പച്ചമഞ്ഞളിൻ്റെ ജ്യൂസ് എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ റിസൾട്ട്. നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നിറം വർദ്ധിക്കാനും ഒരു മുഖകാന്തി തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് റാഗിയാണ്. റാഗിയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വർദ്ധിക്കാനും ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് പൗഡർ. പിന്നെ നമുക്ക് പച്ചമഞ്ഞളിൻ്റെ ജ്യൂസ്, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് വേണ്ടത്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ റാഗി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച പാലെടുക്കാം. ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വീട്ടിൽ തന്നെ ഉള്ളതാണ്. റാഗി നമുക്ക് റാഗി പൗഡറായിട്ടും കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നല്ല പോലെ തന്നെ നമുക്കൊരു ക്രീമി പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാക്ക് ആഴ്ചയിൽ 3 തവണ നമുക്ക് ഇട്ട് കൊടുക്കാം. മുടങ്ങാതെ തന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ല റിസൾട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് നിറം വർദ്ധിക്കാനും ഒക്കെ നല്ലൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ ഒരു ഡള്ളായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു ഗ്ലോ തരാനും ഒരു തിളക്കം തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ്. പച്ചമഞ്ഞളിൻ്റെ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുഖകാന്തി വർദ്ധിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമഞ്ഞൾ. അതുപോലെ തന്നെ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വർദ്ധിക്കാനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും. റാഗിയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വർദ്ധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഉറപ്പായി നിങ്ങളൊന്ന് ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കേട്ടോ. മുടങ്ങാതെ തന്നെ നമുക്കിത് ആഴ്ചയിൽ 3 പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടില്ലേ, നല്ല വ്യത്യാസം തന്നെയുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഉറപ്പായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡള്ളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫേസിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊരു ഗ്ലോ തരാനും ഒരു ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. ഇന്നത്തെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.